ഇന്ന് നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ നല്ല രുചിയുള്ള മുട്ടക്കറിയും സോഫ്റ്റ് ചപ്പാത്തിയും തയ്യാറാക്കാം. മുട്ടക്കറി ഉണ്ടാക്കുന്നതിനായി 1 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് ഇതിൻ്റെ പാലെടുത്ത് നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് 4 മുട്ട പുഴുങ്ങിയെടുക്കാം. അതിനായി ഒരു എഗ്ഗ് ബോയിലറിൽ ഇതുപോലെ വെള്ളമൊഴിച്ച് അതിലേക്ക് മുട്ടയ്ക്ക് ചെറിയൊരു പിൻ കൊണ്ട് ഹോൾ ഉണ്ടാക്കി ഇതുപോലെ നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഒരു സവാള ഇതുപോലെ മുറിച്ചെടുക്കുക. ഒരു തക്കാളി, 2 പച്ചമുളക് എന്നിവ മുറിച്ച് മാറ്റിവെക്കാം. പിന്നീട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ മുറിച്ച സവാള വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ ഒരു നുള്ള് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. മുറിച്ച് വെച്ച 2 പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടു വന്നതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. മുറിച്ചു വച്ച തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതിനെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിൽ 1/4 കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരച്ചതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ തോട് കളഞ്ഞ് ഇതുപോലെ വരയിട്ട് കൊടുക്കാം. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് ഇതുപോലെ അടച്ചു വെച്ച് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 തണ്ട് കരിവേപ്പില ചേർക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം വരയിട്ട് റെഡിയാക്കി വെച്ച പുഴുങ്ങിയ മുട്ട അതിലേക്ക് വെച്ച് കൊടുക്കാം. മുട്ടയിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നതിനായി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം.
അതിനുശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് വരുമ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള മുട്ടക്കറി റെഡി. ഇനി നമുക്ക് സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാം. അതിനായി 2 കപ്പ് ഗോതമ്പ് പൊടിയിൽ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചത് ഇതിലൊഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതുപോലെ ഒരു പ്രഷറിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഉണ്ടകൾ വെച്ച് പരത്തി കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് ചപ്പാത്തി വെച്ച് ഒരു 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ തിരിച്ചു കൊടുത്ത് നന്നായി പൊള്ളിച്ച് വരുമ്പോൾ തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാ ചപ്പാത്തികളും റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ സോഫ്റ്റ് ചപ്പാത്തിയും അതീവ രുചിയിൽ മുട്ടക്കറിയും റെഡിയായിട്ടുണ്ട്.